അഫ്വാൻ ക്രൂരമായ കൊലപാതകം നടത്തിയതറിഞ്ഞ നാട്ടുകാരുടെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. ആളുകളുമായി അധികം ബന്ധം പുലർത്താത്ത യുവാവ് ശാന്തശീലക്കാരനാണെന്ന് അയൽക്കാർ പറയുന്നു. ഇത്രയും നാൾ എല്ലായിടത്തും കൊണ്ടുനടന്ന കുഞ്ഞനുജനെ കൂടി അഫ്വാൻ നിഷ്ഠൂരം കൊന്നുതള്ളിയത് എന്തിനെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. നാട്ടുകാർക്ക് മാന്യനായ ചെറുപ്പക്കാരനായിരുന്നു ഇന്നലെ വരെ അഫാൻ. ഒരുവിധ പരാതികളും അവർക്ക് അഫാനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. അവനും പാവമാണ്, അവനും ഇങ്ങനെ ചെയ്യൂ, അവനും പാവമാണ്. നമ്മൾ കാണാൻ തുടങ്ങിയപ്പോഴും നല്ലൊരു പയ്യനാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തിടെയായി അഫാന് ദൂർത്തുള്ള ജീവിതമായിരുന്നുവെന്ന് ചില സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് വരെ വാങ്ങി. ഹൃദയത്തിൽ കൊണ്ടു നടന്ന അനുജനെയാണ് അഫാൻ കൊന്നു തള്ളിയത്. സഹോദരനെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങളെല്ലാം പകച്ചിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല. കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് മാനസികാവസ്ഥയിലായിരിക്കും അവനത് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യമാണ്. ഏറ്റവും കൊണ്ടുനടന്ന അനുജൻ എപ്പോഴും കൂടെ അത് ഞങ്ങൾ കാണാറുണ്ട്. പലപ്പോഴും ബുള്ളറ്റിലൊക്കെ കൊണ്ടുവന്ന് കാണാറുണ്ട്. ഈ റോഡ് ഇറങ്ങി വരുന്നതൊക്കെ ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഫർസാനയുമായുള്ള ബന്ധം തുടങ്ങിയിട്ട് ചുരുങ്ങിയ കാലം മാത്രം. ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനകളും നടന്നിട്ടുണ്ടെന്നാണ് വിവരം. സംഭവ ദിവസം ഫർസാനയെ അഫാൻ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നതും നാട്ടുകാർ കണ്ടിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.